ഹലോ ഗൈസ്, ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കുറേ പേർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. എഡ്ജ് 60 ഫ്യൂഷൻ എടുക്കണോ അതോ ഇപ്പോൾ വന്നെങ്കിൽ iPhone 2 Pro എടുക്കണോ? കാരണം ഏകദേശം പ്രൈസിന് ഒരു 3000 റുപ്പീസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും നല്ലൊരു കോമ്പറ്റീഷനാണ്. ബെസ്റ്റ് ക്യാമറ ഏതാ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. iPhone 2 Pro വേഴ്സസ് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ. അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് വരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക, എന്നാലും നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വീഡിയോ കാണണ്ടേ. ഫസ്റ്റ് നമുക്ക് ഡിസൈൻ നോക്കാം. ഡിസൈൻ വരുമ്പോൾ iPhone 2 Proയിൽ വരുമ്പോൾ ഒരു ബാക്ക് പ്ലാസ്റ്റിക് ആണ് വരുന്നെങ്കിൽ പോലും നമുക്ക് ഈ പ്രാവശ്യം മാറ്റി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറ മൊഡ്യൂളിൻ്റെ ഒരു ബാക്ക് ഉണ്ട്, അത് മാത്രം നമുക്ക് യൂസ് ചെയ്ത് ലെൻസുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ബാക്ക് റിമൂവ് ചെയ്ത് കളേഴ്സ് ഈ വർഷം ഫിക്സഡ് ആണ് വന്നേക്കുന്നത്. ബാക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല കളേഴ്സിലാണ് വന്നേക്കുന്നത്. കുറച്ചുകൂടെ പ്രീമിയം ആക്കിയിട്ടുണ്ട് iPhone 2 Pro കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നല്ല കുറച്ച് കളേഴ്സിലൊക്കെ വന്നിട്ടുണ്ട്. രണ്ട് മാറ്റും ഒരു റഫ് ടൈപ്പ് മെറ്റീരിയലും ഒക്കെ വന്നിട്ടുണ്ട്. രണ്ട് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. മണ്ടയ്ക്ക് അതേ കളറും അതിന്റെ ഒരു റഫ് പാറ്റേണും വന്നിട്ടുണ്ട്. അങ്ങനെ പക്ഷെ അതും നോക്കുവാണെങ്കിൽ നമ്മൾ മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരു വീഗൽ ലെതർ ഫിനിഷ് ആണ് വരുന്നത്. പ്രൈമ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അവരുടെ ഐഡന്റിക്കൽ ഡിസൈൻ തന്നെ അവർ ഇവിടെ മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടിൽ നോക്കുവാണെങ്കിൽ ഡിസൈൻ വൈസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് iPhone 2 Proയെ. കാരണം iPhone 2 Pro കുറച്ചുകൂടെ ഒരു പ്രീമിയംനെസ് വന്നിട്ടുണ്ട്. എന്റെ കാഴ്ചപ്പാട് രണ്ടും ഈക്വലി ഗുഡ് ആണെങ്കിൽ പോലും ഒരു പൊട്ടിക്ക് നമുക്ക് ഒരു വെറൈറ്റി ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6.67 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിൽ വരുന്നത്. കാരണം അതൊരു കെർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പാൻഡോം വാലിഡേറ്റഡ് ആണ്. 1.5K റെസൊല്യൂഷന്റെ ഒരു HDR10+ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് വന്നത്. കളേഴ്സ് ഒക്കെ 100% ആക്യുറസി ആണ്. അതിൽ നാച്ചുറൽ ഇടണം, വരുമ്പോൾ വിവിഡിലായിരിക്കും വരുന്നത്. അടിപൊളി ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. കാരണം ഈ ഒരു സെഗ്മെന്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് എനിക്ക് പറയാം. വളരെ ബെസൽസ് കുറവാണ് വന്നേക്കുന്നത്. അതേസമയത്ത് iPhone 2 Proയിൽ വരുമ്പോൾ കാരണം ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. ഒരു ബെസൽസ് ഒക്കെ വളരെ കയറി കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു യുണീക്ക് ബെസൽസ് ആണ്. എല്ലാ സൈഡും ഒരേപോലെ ഒരു വലിയ ചക്ക ബെസൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഫുൾ HD+ റെസൊല്യൂഷനേ ഉള്ളൂ എന്നതുകൊണ്ട് 120 Hz റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. രണ്ടിലും 120 Hz റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഡിസ്പ്ലേയിൽ ഇഷ്ടപ്പെട്ടത് കാരണം 1.5K റെസൊല്യൂഷൻ, പാൻഡോം വാലിഡേറ്റഡ് കെർവ്ഡ് ആമോലെഡ്. ഫ്ലാറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പോലും ഇതിൽ റെസൊല്യൂഷനും കൂടുതലാണ്. പാൻഡോം വാലിഡേറ്റഡ് 100% ആക്യുറസി, കളേഴ്സും കിട്ടും. കുറച്ചുകൂടെ ബെറ്റർ ഡിസ്പ്ലേ എനിക്ക് ഇത് രണ്ടിലും ഗൊറില്ല ഗ്ലാസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. എങ്കിൽ പോലും കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് ഇവിടാണ് എനിക്ക് തോന്നുന്നത്. മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിലാണ് ഞാൻ ഡിസ്പ്ലേയിൽ പറയുന്നത്. iPhone 2 Proയിൽ മോണോ സ്പീക്കറും ആണ് വരുന്നത്. അത് എന്തുകൊണ്ട് ചെയ്യുന്ന അറിയത്തില്ല. മോണോ സ്പീക്കർ ആ ഒരു റേറ്റിന് ഓക്കെ അല്ല. കാരണം ഇപ്പൊ എല്ലാ മൊബൈലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അവർ ആമോലെഡ് കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം. പക്ഷെ അത്യാവശ്യം ലൗഡർ ആണ്. പക്ഷെ സ്റ്റീരിയോ കൊടുക്കായിരുന്നു. കാരണം നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈലുകൾ കൂടുതലും സ്റ്റീരിയോ സ്പീക്കറാണ്. ഇനി ഒരു മൊബൈൽ മേടിക്കുമ്പോൾ ആൾക്കാർ മോണോ സ്പീക്കറിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. കാരണം കുറയും സൗണ്ട്. അതുകൊണ്ട് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിൽ വരുമ്പോൾ അത് സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അതുകൊണ്ട് ഓൾ റൗണ്ടർ എന്ന് എനിക്ക് ഡിസ്പ്ലേയും സ്പീക്കറിന്റെ കാര്യത്തിൽ നമുക്ക് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ തന്നെ കൊടുക്കും. അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ബാറ്ററി ലൈഫ് ആണ്. ബാറ്ററി ലൈഫ് വരുമ്പോൾ എന്ന് വെച്ചാൽ iPhone 2 Proയിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിന്റെ ചാർജർ ആണ് വരുന്നത്. നമ്മുടെ മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 വാട്ടിന്റെ ചാർജർ, 5200 mAh ബാറ്ററിയാണ്. ഇതിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ തന്നെയാണ് വിന്നർ ആവുന്നത്. സ്ലൈറ്റ്ലി ബെറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ബാറ്ററി ലൈഫ് ഈക്വലി സിമിലർ ആയിരിക്കും. കാരണം ഇവിടെ ഫുൾ HD+ ഉള്ളൂ. സ്ലൈറ്റ്ലി എഡ്ജ് നമുക്ക് മോട്ടോയിൽ കൊടുക്കാം. മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ തന്നെയാണ് ബാറ്ററി ലൈഫ് ഞാൻ കൊടുക്കുന്നത്. വിത്ത് 68 വാട്ടിന്റെ ചാർജറും ഉണ്ട് ബോക്സിൽ. മറ്റേ 33 വാട്ടേ കിട്ടുന്നുള്ളൂ, പക്ഷേ ബോക്സിലുണ്ട് അതും. പിന്നെ നമുക്ക് IP റേറ്റിംഗ് ഉണ്ട്. ഇവിടെ IP റേറ്റിംഗ് ഇല്ല, വരുന്നില്ല. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ നമുക്ക് മോട്ടോയിൽ വരുന്നുണ്ട്. മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിൽ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ വിത്ത് iPhone 2 Pro. അടുത്ത നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 2 Proയിൽ വരുമ്പോൾ ഒരു 50 MP+, 50 MP+, 8 MP ഒരു ടെലിഫോട്ടോ ലെൻസും ആണ് വരുന്നത്. 50 MP അൾട്രാ വൈഡ് ആംഗിൾ ഒരു മെയിൻ സെൻസർ ആയിട്ട് 50 MP കൊടുത്തിട്ടുണ്ട്. അവിടെ റിയലിൽ നമുക്ക് 4K ഷൂട്ടിംഗ് അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ ഒരു 16 MP ക്യാമറയാണ്. അതിൽ നമുക്ക് ഫുൾ HD റെക്കോർഡിംഗ് നടക്കുന്നുള്ളൂ. അതേ സമയത്ത് നമുക്ക് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിൽ വരുവാണെങ്കിൽ എന്തുവാ ഒരു 50 MP മെയിൻ സെൻസറും ഒരു 13 MP അൾട്രാ വൈഡ് ആംഗിളും പിന്നെ ഒരു കളർ ആക്യുറസി സെൻസറും ആണ് വന്നേക്കുന്നത്. പക്ഷെ അവിടെ ഫ്രണ്ടും ബാക്കും നമുക്ക് 4K 30 FPS എടുക്കാൻ സാധിക്കും. പക്ഷെ എനിക്ക് ക്യാമറയിൽ കുറച്ചുകൂടെ ബെറ്റർ, ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ iPhone 2 Pro എടുത്താൽ മതി. കാരണം ഫോട്ടോഗ്രാഫിയിൽ കുറച്ചുകൂടെ ഒരു 50 MP അൾട്രാ വൈഡ് ആംഗിൾ
കിട്ടുന്നുണ്ട്. അത് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കാൻ സാധിക്കും. ഇവിടെ അത് 13 മെഗാ പിക്സലേ വരുന്നുള്ളൂ. അപ്പൊ അതിന് കുറച്ചുകൂടെ എഡ്ജ് ഉണ്ട്. പക്ഷെ ഇവിടെ പാൻറ്റോം വാലിഡേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് വരുന്നത്. കുറച്ചുകൂടെ കളേഴ്സ് ആക്യുറസി നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് കൂടുതൽ CMF ഫോൺ 2 പ്രോയിൽ ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ കിട്ടും. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ്, അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത്രയും നല്ലൊരു ക്യാമറ സ്പെക്സ് വരുന്ന ഒരു ഫോൺ വേറെ ഇല്ല. പക്ഷെ ഇത് നോക്കുവാണെങ്കിൽ ഇവിടെയും നല്ലതാണ്. ഇവിടെ കളർ ആക്യുറസി സെൻസർ ആണ് തേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ രണ്ട് ക്യാമറയും ബെറ്റർ ആണ്. വീഡിയോഗ്രാഫി കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് ഇവിടെ ആയിട്ട് തോന്നുന്നു. ഓൾ റൗണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ തന്നെയാണ് പറയുന്നത്. കാരണം അവിടെ വീഡിയോഗ്രാഫി ആയാലും ഫോട്ടോഗ്രാഫി ആയാലും ഓക്കെയാണ്. ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം 50 മെഗാ പിക്സലിന്റെ ഒരു അടിപൊളി അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ ഉണ്ട്. പിന്നെ ഒരു 8 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി ഫോട്ടോഗ്രാഫിയിൽ. പക്ഷേ നമ്മൾ ഓൾ റൗണ്ടർ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും കൂടെ നോക്കുമ്പോൾ നമുക്ക് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ തന്നെയാണ് ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് 4K 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. മറ്റേതിൽ അത് പറ്റുന്നില്ല. കുറച്ചുകൂടെ ബെറ്റർ സെൽഫി ക്യാമറയും നമ്മൾ ഓൾ റൗണ്ടറാണ് നോക്കുന്നത്. ഒരു മെയിൻ ക്യാമറ മാത്രമല്ല നോക്കിയ ഫ്രണ്ടും ബാക്കും വീഡിയോഗ്രാഫിയും കൂടെ വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ പറയുന്നത്. മെയിൻ ക്യാമറ മാത്രം ഫോക്കസ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നവർക്ക് CMF ഫോൺ 2 Pro ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം നല്ലൊരു ഫോട്ടോഗ്രാഫിയാണ് വരുന്നത്. അവിടെ വീഡിയോഗ്രാഫിയിലെ ഉള്ളിൽ ഇച്ചിരി പോരായ്മ. അടുത്ത നമുക്ക് പ്രോസസ്സർ നോക്കാം. പ്രോസസ്സർ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട്സിറ്റിയുടെ പ്രോസസ്സറാണ് വരുന്നത്. 2 ഡയമണ്ട്സിറ്റി ആണ് വരുന്നത്. 7300 ആണ് CMF ഫോൺ 2 പ്രോയിൽ വരുന്നത്. അതുകൊണ്ട് പ്രോ എന്ന് പറഞ്ഞാൽ ഒരു പേരിട്ടേക്കുന്നതേ ഉള്ളൂ. 7300 പ്രോ എന്ന്. ഇവിടെയും 7300 തന്നെയാണ് വരുന്നത് ഫ്യൂഷനിലും. അതിൽ പ്രോ അങ്ങനെ ഇട്ടിട്ടില്ല. രണ്ടും ഓൾമോസ്റ്റ് ചെറിയ രീതിയിലൊരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു ഡിഫറൻസും അവിടെ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. UFS 2.2 സ്റ്റോറേജ് തന്നെയാണ് രണ്ടിലും വരുന്നത്, അല്ലാതെ 3.1 അല്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. DDR4 4X റാമേ വരുന്നുള്ളൂ. പിന്നെ നത്തിങ് ഫോണിലെ ഡിസഡ്വാൻറ്റേജ് എന്ന് ബേസ് വേരിയൻറ്റ് 128 GB ആണ് വരുന്നത്. ഇവിടെ ബേസ് വേരിയന്റ് 256 വരുന്നത് 8GB 256GB ആണ്. മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിൽ വരുമ്പോൾ 12GB റാം 256GB രണ്ടിനും ഉണ്ട് വരുന്നുണ്ട്. നോക്കാം OS വരുമ്പോൾ നത്തിങ് OS ആണ് വരുന്നത്. ഇവിടെ 2 years ഓഫ് അപ്ഡേറ്റ് ആണ് വരുന്നത്. മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിൽ 3 years അപ്ഡേറ്റ് ആണ്. ഹലോ OS ആണ് വരുന്നത്. മോട്ടോയുടെ രണ്ടും ആൻഡ്രോയിഡ് 15 വരുന്നത്. കുറച്ചുകൂടെ ഫീച്ചേഴ്സ് നമുക്ക് മോട്ടോയിൽ കിട്ടുന്നുണ്ട്. നത്തിങ് ഫോണിൽ അത്ര ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല. സർക്കിൾ ടു സെർച്ച് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളൂ. പിന്നെ ഒരു ആക്ഷൻ ബട്ടൺ CMF ഫോൺ 2 പ്രോയിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബട്ടൺ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ അസിസ്റ്റന്റിനെ വിളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ലൊരു കാര്യമാണ്. ഇവിടെ അത് വരുന്നില്ല എന്നുള്ള ഒരു ഇത് പ്രോയിലേ വരുന്നുള്ളൂ, 60 പ്രോയിലേ വരുന്നുള്ളൂ. എന്തുകൊണ്ട് രണ്ട് മൊബൈൽ ഞാൻ ഒരു വേർഡിക്റ്റ് പറയുവാണെങ്കിൽ നിങ്ങൾ ഓൾ റൗണ്ടർ എന്ന് നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനിലോട്ട് പോക്കും. ഒരു ഫോട്ടോഗ്രാഫി കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഡീറ്റെയിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ CMF ഫോൺ 2 പ്രോ നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലാതെ ഓൾ റൗണ്ടർ എന്നൊരു കാറ്റഗറിയിൽ കാരണം ഡിസ്പ്ലേക്ക് ഡിസ്പ്ലേ, ബാറ്ററിക്ക് ബാറ്ററി, നമ്മൾ പ്രോസസ്സറിന് പ്രോസസ്സർ, ഓൾ റൗണ്ടർ പാക്കേജിൽ വരുമ്പോൾ നമുക്ക് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ തന്നെ പറയാൻ പറ്റുന്നുള്ളൂ. ഇനി നമുക്ക് പ്രൈസിങ് നോക്കാം. പ്രൈസിങ് വരുമ്പോൾ എന്ന് വെച്ചാൽ 16,999 ആണ് CMF ഫോൺ 2 പ്രോയ്ക്ക് വരുമ്പോൾ. ഇതിന് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 22,999. ഇപ്പോൾ ഓഫറിൽ 1000 രൂപ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. സമ്മർ സെയിലൊക്കെ വരുമ്പോൾ ഓഫറിൽ 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. എന്നാലും നമ്മൾ പറയുവാണെങ്കിൽ പ്രൈസും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. 3000 രൂപയുടെ ഡിഫറൻസ് നമുക്ക് ഏകദേശം വരുന്നുണ്ട്. ആ 3000 രൂപ കൊടുത്ത് നമുക്ക് IP68 കിട്ടുന്നുണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്, 1.5K റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്, കുറച്ചുകൂടെ പ്രീമിയം ഡിസൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു പക്ഷേ 3000 രൂപ നിങ്ങൾ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ തന്നെയാണ് ബെറ്റർ. കാരണം ഓൾ റൗണ്ടർ എന്ന് പറയാം, രണ്ടിലും നല്ല OS ആണ് വരുന്നത്. പിന്നെ ഇത്രയ്ക്കുള്ളൂ പറയാം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യോ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക.